ഹലോ ഗെയ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടല ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ബീഫ് ഇഷ്ടമാകണമെന്നില്ല. അപ്പോൾ നമുക്കിത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് കടല ബീഫ് കറി ഉണ്ടാക്കാം. അതിനേക്കായി നമ്മൾ എന്ത് ചെയ്യുക, കുതിർത്ത് വെച്ച കടല എടുത്ത് കുക്കറിലേക്ക് ഇടുക, ഉപ്പും ചേർത്ത് അത് നന്നായിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, തേങ്ങ അരിഞ്ഞ് വയ്ക്കുക, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത്, സവാള നല്ല നെറുനുറ അരിഞ്ഞത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസിലേക്ക് ഒരു തവ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ വീഴ്ത്തി അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടുന്ന സമയം നോക്കി തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ കടുക് നമ്മുടെ മുഖത്ത് തെറിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വറ്റൽമുളക് ഇതുപോലെ ലഭിച്ചിടുക. അതിനുശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ച തേങ്ങ അതിലേക്ക് ഇതുപോലെ ഇട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുക. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഈ തേങ്ങ വഴണ്ട് വരുന്ന സമയത്ത് അത് കരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തേങ്ങ വഴറ്റിയ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റുക. അതിനുശേഷം നമ്മൾ നറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സവാള എടുത്ത് എന്ത് ചെയ്യുക, അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുക. ഇങ്ങനെ നന്നായിട്ട് വഴറ്റി അത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതേപോലെ വെയിറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് ബ്രൗൺ കളറായ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് ആ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് നമ്മുടെ മല്ലിപ്പൊടി, അതിനുശേഷം കുറച്ച് മസാലപ്പൊടി, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ചേർക്കുക. നമുക്ക് എരി കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുക, മുളക് പൊടി കൂടുതലായിട്ട് ചേർക്കുക. നന്നായിട്ട് ഇതുപോലെ വഴറ്റുക. സാധാരണ നമ്മൾ ബീഫ് കറി വയ്ക്കുന്ന മാതിരി തന്നെയാണ്. മസാലകളെല്ലാം സെയിമാണ്. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ചുകൂടി നമുക്ക് എരി കൂടുതൽ ആവശ്യമാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും എന്ത് ചെയ്യുക, അതിലേക്ക് ചേർക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, വീണ്ടും ഇത് നല്ല വഴറ്റി നല്ല ബ്രൗൺ കളർ ആയിട്ട് എടുക്കുക. നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചു വരുന്ന ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല എന്ത് ചെയ്യുക, ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബീഫ് കറി വെച്ചാൽ അതേ തരത്തിലുള്ള ഒരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടും. ഏറ്റവും നല്ല റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മുടെ കടലയ്ക്ക് ഉപ്പ് ആ പാകത്തിനില്ലെങ്കിൽ നമുക്കതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഉപ്പ് ചേർത്ത് നമുക്കത് വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കടല ചേർക്കുമ്പോൾ പിന്നെ അതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഈ മസാലയുടെ കൂടെ നന്നായിട്ട് എന്ത് ചെയ്യുക, വഴറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കടല ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സപ്പോർട്ട് ചെയ്യുക. നമുക്കതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ കുഞ്ഞുമണീസിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഞ്ഞുമണീസിന് ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ട്രൈ ടു വാച്ച്. താങ്ക് യു.